2 ദിവസം മുമ്പ് ഒരു ബസ്സിനുള്ളിലെ തിരക്കിനിടയിൽ നടന്നൊരു സാധാരണ സംഭവം ഇത്രത്തോളം വഷളായിട്ട് ഒരു ജീവൻ ഒടുക്കാൻ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത പെണ്ണ് മാത്രമല്ല അതിന് കാരണം. അതിനെ സപ്പോർട്ട് ചെയ്ത് ആ വീഡിയോ സപ്പോർട്ട് ചെയ്ത് അത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത ഓരോരുത്തരും അതിന് കാരണക്കാരാണ്. എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയാണ് അതിനെല്ലാത്തിനും പരിഹാരം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ എല്ലാതും. കുറ്റങ്ങള് കൃത്യങ്ങള് എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലാണ്ട് പോസ്റ്റ് ചെയ്യും. അത് സത്യമാണോ നോണാണോ ഒന്നും ചിന്തിക്കൂല. ഇതിലാണ് ന്യായം അതിന്റെ അന്യായം എല്ലാ കാര്യങ്ങളും വിസ്താരണം എല്ലാതും. പിന്നെ എന്തിനാണ് ഈ പോലീസും കോടതിയും എല്ലാം? എന്നാ പിന്നെ ഇതൊക്കെ മാറ്റാ എല്ലാം ഈ സോഷ്യൽ മീഡിയയിലുണ്ടാക്കാം. ജനങ്ങള് തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നാ പിന്നെ കോടതിന്റെ പോലീസിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാം ഈ സോഷ്യൽ മീഡിയ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സത്യം എന്താ നോണെന്താ എന്നും നോക്കൊന്നുമില്ല. നേരെ കാള പറ്റൂന്നും കേൾക്കുമ്പോൾ കയറെടുക്കണ മാതിരി ഇത് ഇന്ന മാതിരി ആയല്ലോ, ഇത് ആ പെണ്ണിനുണ്ടായ അപമാനാണല്ലോ എന്നൊക്കെ അടി ചിന്തിച്ചിട്ട് കുറെ ഷെയറും കുറെ കമന്റും കുറെ ലൈക്കും കൊണ്ട് ചെയ്തിട്ട് ഇപ്പൊ ആ മനുഷ്യന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ.